ഹരിദാസനും കുടുംബവും വേലൂർ വെങ്ങലശ്ശേരിയിലെ സ്ഥിരതാമസക്കാരും നാട്ടിൽ ജോലിയെടുത്ത് ജീവിക്കുന്നവരുമാണെന്ന് വാർഡ് മെമ്പർ CD സൈമൺ മീഡിയ വണ്ണോട്. ആലത്തൂരിലെ വോട്ടർ പട്ടികയിൽ ഹരിദാസൻ ഉൾപ്പെടെയുള്ള ഏതാനും BJP-കാരുടെ പേരുകൾ വെട്ടിയിട്ടുണ്ടെന്നും സൈമൺ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന വോട്ട് കൊള്ളയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജിലെ 4C എന്ന വീട്ടു നമ്പറുള്ള ഫ്ലാറ്റിലെ പ്രസന്നയുടെ വീട്ടിൽ നിയമവിരുദ്ധമായി ചേർക്കപ്പെട്ട 9 വോട്ടുകളെക്കുറിച്ചാണ്. ഈ 9 വോട്ടിൽ പ്രധാനമായും 3 വേലൂർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ നിന്നുള്ളതാണ്. ഈ 12ാം വാർഡിൽ നിന്നും വെട്ടിക്കൊണ്ടുപോയാണ് ഇത് 4C എന്ന കെട്ടിട നമ്പറിൽ വ്യാജമായി ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് വേലൂർ പഞ്ചായത്തിലെ 12ാം വാർഡ് മെമ്പർ സൈമൻ്റെ വീട്ടിലാണ്. സൈമൺ, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും വിവരമുണ്ടോ? ഹരിദാസൻ എന്ന് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ലിസ്റ്റിലുള്ള ആളെ നിങ്ങൾക്കറിയാമോ? എൻ്റെ വാർഡിലെ 1ാം ബൂത്തിൽ RSR ഹൈസ്കൂളിൽ നിന്ന് 1ാം ബൂത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഹരിദാസൻ, അതുപോലെ മൂകാംബികമ്മ അമ്മ, രേവതി ഭാര്യ. അപ്പോൾ അവർ നിലവിൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പഞ്ചായത്ത് വോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് ഇപ്പോൾ ഫൈനൽ ഇപ്പോൾ വന്നിട്ടുള്ള കരട് വോട്ടർ പട്ടികയിലും അവരുടെ പേര് നിലവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർത്തി ഇതിലും ഇവിടുന്ന് ഡിലീറ്റ് അടിച്ചിട്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് നമ്മുടെ വോട്ടർ പട്ടികയിൽ ഡിലീറ്റ് അടിച്ചിട്ട് അവിടെ കൃത്രിമമായിട്ടുള്ള അഡ്രസ്സ് ഉണ്ടാക്കി ചേർത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഇവിടുന്ന് താമസം മാറ്റുകയോ അല്ലെങ്കിൽ അവരുടെ വീട് പൂട്ടിയിടുകയോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാൻ വേലൂർ പഞ്ചായത്തിൽ ഇവിടെ വാർഡിൽ സ്ഥിരം താമസിക്കുന്ന ഒരാളാണ്. പുറത്തേക്ക് പോകുന്ന ഒരാളല്ല. എൻ്റെ ജോലി ബാങ്കിലാണ്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ്. ഒരു ദിവസം പോലും ഒരു വീട് പൂട്ടിയിട്ട് പോയിട്ടില്ല. സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ആൾ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ ഹിറ്റാച്ചി മേടിച്ച് അത് ഉപയോഗിക്കുന്നുണ്ട്. സ്ഥിരം അവിടെ ഞാനും ആളെ ജോലിക്ക് വിളിക്കുന്ന ആളാണ്. നമ്മുടെ വാർഡിലത്തെ പണികളൊക്കെ വിളിക്കുന്ന ആളാണ്. സ്ഥിര താമസക്കാരനാണ്. എനിക്ക് മനസ്സിലാവുന്നത് ആ ലോക്സഭാ ഇലക്ഷനെ തൃശ്ശൂർ വോട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം വെട്ടിക്കൊണ്ടേ വോട്ട് ചേർത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഹരിദാസൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ആൾ BJP-യുടെ സജീവ പ്രവർത്തനമാണ്. ഇപ്പോഴും BJP-യിൽ സജീവമായിട്ട് ആൾക്ക് ചാർജ് ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. BJP-ക്ക് വേണ്ടി ആൾ പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന കാണാറുണ്ട്. BJP-യുടെ മുൻനിര പ്രവർത്തനമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അങ്ങനെ വല്ലതുണ്ടോ? ആൾ മുമ്പ്, ഇപ്പോഴല്ല, 2002 ടേം മുമ്പാന്ന് മനസ്സിലാക്കുന്നു പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് BJP അത്ര ശക്തമായിരുന്നില്ല. കുറച്ച് വോട്ടുകൾ മാത്രമേ കിട്ടുള്ളൂ. പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട് ആൾ, വാർഡിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, 2 ടേം മുമ്പ്. ഈ ഹരിദാസനും അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് അവരെ വെട്ടിക്കൊണ്ടുപോയി അവിടെ ചേർത്തു എന്ന് വ്യക്തമായി. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ബൂത്തിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ വേറെ എന്തെങ്കിലും അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമുക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞ ഫൈനൽ ലിസ്റ്റിലാണ് ഇവരെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഡിലീറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വോട്ടർ പട്ടികയുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഫൈനൽ ലിസ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ആ ഫൈനൽ ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇലക്ഷൻ ബേസ് ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്തു, ഇവിടുന്ന് വെട്ടിയിട്ട് ആ വോട്ടുകൾ അവിടെ തൃശ്ശൂർ ഏതോ സ്ഥലത്ത് ചേർത്തി അവിടെ ആ ലോക്സഭാ മണ്ഡലത്തിലെ ആൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്ത കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ആരുടെങ്കിലും പേര് ഈ 3 പേരല്ലാണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഇതിൽ 165ാം ബൂത്തിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ പല ആൾക്കാരും ഡിലീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിലീറ്റ് അടിച്ചാൽ ഇപ്പോൾ ആ പട്ടിക ഞാൻ തൃശ്ശൂരത്തെ പട്ടിക ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ വാർഡിലത്തെ 165ാം ബൂത്തിന് പട്ടിക ഞാൻ കാണാപ്പുറം പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഇവിടെ ഡിലീറ്റ് അടിച്ചിട്ടുണ്ട് മൂകാംബികമ്മ, ഹരിദാസൻ, കണ്ടില്ലേ? അത് കഴിഞ്ഞ ഇപ്പുറത്ത് രേവതി, അത് കഴിഞ്ഞത് ഇപ്പുറത്ത് സൽജ. ഇതൊക്കെ അതേപോലെ കൃത്യമായിട്ട് തൃശ്ശൂരത്തെ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ കാണാൻ കഴിഞ്ഞു. ഇവരുടെ ഒക്കെ പശ്ചാത്തലം ഒരു BJP ആണ്. ഇവരെല്ലാവരും BJP-കാരാണ്. എല്ലാവരും BJP പ്രവർത്തകരാണ്. സജീവമായിട്ട് എല്ലാവരും പങ്കെടുക്കുന്ന ആൾക്കാരാണ്. വ്യാപകമായിട്ട് പല വാർഡുകളിൽ നിന്ന് ഇങ്ങനെ ചേർത്തിയുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പല ആൾക്കാരും വിളിച്ച് പറഞ്ഞ ന്യൂസ്. അതായത് ഈ വേലൂർ പഞ്ചായത്തിലെ തന്നെ BJP പ്രവർത്തകരായ അല്ലെങ്കിൽ BJP ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഉള്ള വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വെട്ടിക്കൊണ്ടുപോയി തൃശ്ശൂരിൽ ചേർത്തു അല്ലെങ്കിൽ വെട്ടിക്കൊണ്ടുപോയി നിങ്ങൾ ശ്രദ്ധയിൽ ഇപ്പോൾ പെടുന്നുണ്ടോ എന്നുള്ളതാണോ മറ്റു വാർഡുകളിൽ നിന്ന്? അതായത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനെ BJP-ക്ക് 3 വാർഡാണ് വേലൂർ പഞ്ചായത്തിൻ്റെ ആയിരുന്നത്. ഒന്ന് ഈ ഇരിക്കുന്ന 12ാം വാർഡ്, കഴിഞ്ഞ കരാലൂരത്ത് 9ാം വാർഡ്, അപ്പുറത്തെ 14ാം വാർഡ്. ഈ 3 വാർഡാണ് BJP-യുടെ കൂടുതൽ വോട്ടുകളുള്ള സ്ഥലം BJP മെമ്പർമാർ ജയിച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് ഈ BJP വാർഡ് ഞാൻ തിരിച്ചു പിടിക്കുകയും കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയും അതുപോലെ 14ാം വാർഡും കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഈ 2 വാർഡിലുള്ള BJP-കാരും 9ാം വാർഡിലെ കരാലൂരുള്ള BJP പ്രവർത്തകരും വ്യാപകമായി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവേണ്ടത്.
ഈ സൈമൻ്റെ വെളിപ്പെടുത്തൽ വളരെ ആസൂത്രിതമായ ഒരു വോട്ട് കൊള്ള തന്നെയാണ് തൃശ്ശൂരിൽ നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ്. പ്രത്യേകിച്ച് സംഘടിതമായ ഒരു പരിശ്രമം ഈ വോട്ട് വെട്ടുന്നതിലും അതുപോലെ തന്നെ തൃശ്ശൂരിൽ വ്യാജ വീട്ടു നമ്പറിൽ ഉൾപ്പെടെ ചേർക്കുന്നതിലും നടന്നു എന്നത് വ്യക്തമാണ്. വേലൂരിൽ നിന്നും ക്യാമറമാൻ ദിലീപ് കുമാറിനൊപ്പം MK ഷുക്കൂർ, മീഡിയ 1.